നമസ്കാരം. സ്കൂൾ കലോത്സവത്തില് ഖുർആൻ പാരായണത്തിന് ഫസ്റ്റ് നേടിയൊരു പയ്യൻ. ഈ വാർത്തയിലാണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവങ്ങളില് ഖുർആൻ പാരായണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതവരെ കുറ്റം പറയാനോ അവരെ മോശമാക്കാനുള്ള വീഡിയോ ഒന്നുമല്ല. മറ്റ് മതസ്ഥരോട് എനിക്ക് പറയാനുള്ളതാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും പറയാനുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ്. നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം. അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം, മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അറിയാതെ ചോദിക്കുകയാണ്. ഒരുപാട് സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്. നിങ്ങളുടെതൊന്നും സ്കൂളുകളിൽ കലോത്സവത്തിൽ പാരായണമായിട്ട് അല്ലെങ്കിൽ പാരായണ വിഷയമായിട്ട് വരാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സ്കൂൾ തലങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവങ്ങളിൽ പങ്കെടുത്ത് പരിചയക്കുറവുണ്ടെന്ന് തോന്നല്ലേ? സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഖുർആൻ പാരായണ മത്സരം അല്ലെങ്കിൽ അറബിക് കലോത്സവം മാത്രമല്ല, സംസ്കൃത കലോത്സവമുണ്ട്. അത് റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് സിദ്ധരൂപോച്ചാരണം, അതുപോലെ തന്നെ അക്ഷര ശ്ലോകം. ഇവ രണ്ടിലും നമ്മുടെ വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതം, അത് റിലേറ്റബിൾ ആയിട്ടുള്ള കോഴ്സുകൾ, മഹത് വചനങ്ങൾ, ശ്ലോകങ്ങളാണ് ഉദ്ധരിക്കാറുള്ളത്. എന്തുകൊണ്ട് ഖുർആൻ പാരായണ മത്സരം? ഇതാണല്ലോ വിഷയം. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, മലയാളം, അറബി, ഉറുദു ഒക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഭാഷയുമായി റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ആധികാരിക റെഫറൻസ് ആണ് മത്സര ഇനത്തിൽ വരുന്നത്. അപ്പൊ അറബി കലോത്സവത്തിൽ അറബി ഭാഷയുമായി ഏറ്റവും ആധികാരിക റെഫറൻസ് ഏതാണ്? ഖുർആനാണ്. ആ ഖുർആൻ പാരായണ മത്സരം, ആ മത്സരത്തിൽ എന്താ നോക്കുക? ആ മത്സരാർത്ഥികൾ അവിടെ ഖുർആന്റെ ആശയതലങ്ങൾ അതല്ല അവിടെ ഉദ്ധരിക്കുന്നത്. ഖുർആൻ എന്താണ് ദൈവശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ ഖുർആൻ എന്താണ് ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വമായി പറയുന്നത്, എന്താണ് ബഹുദൈവ വിശ്വാസത്തിന്റെ കുഴപ്പം, ഇതൊന്നുമല്ല. മറിച്ച് ഖുർആൻ എന്ന അറബി ഭാഷയിലെ ആ വേഡ്സുകൾ, ആ കോഴ്സുകൾ, ആ വചനങ്ങൾ ഏറ്റവും സ്വരമാധുര്യത്തോടുകൂടി, ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാരായണ നിയമപ്രകാരം ഒരു ഹിന്ദു കുട്ടി പാരായണം ചെയ്താലും, മുസ്ലിം കുട്ടി പാരായണം ചെയ്താലും, ഒരു ക്രൈസ്തവ കുട്ടി പാരായണം ചെയ്താലും, മതമുള്ളവനും ഇല്ലാത്തവൻ പാരായണം ചെയ്താലും അവർക്കൊക്കെ മത്സരം, ആ ചൊല്ലുന്നതിന് ഏറ്റവും നന്നായി ആരാണോ പാരായണം ചെയ്യുന്നത്, ആ ഭാഷ നന്നായി ആരാണോ കൈകാര്യം ചെയ്യുന്നത്, അവർക്ക് സമ്മാനം കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇത് തിരിച്ചു അങ്ങനെ തന്നെ സംസ്കൃത കലോത്സവത്തിലും ഏറ്റവും നന്നായി ആ ഭാഷ, അതിന്റെ ഉച്ചാരണ ശുദ്ധി അനുസരിച്ച് ആര് പാരായണം ചെയ്യുന്നുവോ അവർക്ക് സമ്മാനം കൊടുക്കും. ഈ ഖുർആൻ വന്നത് അറബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഖുർആൻ ആയതുകൊണ്ടാണ്. പക്ഷെ വേദം, സംസ്കൃത ഭാഷയിലുള്ള വേദഗ്രന്ഥങ്ങൾ ഒന്നല്ല, അനേകമുണ്ട്. അപ്പൊ അതിൽ ഏതും ഉദ്ധരിക്കാം. സംഭവം ഇത്ര വളരെ സിമ്പിളാണ്. അപ്പൊ ബൈബിളോ? ഒരു ചോദ്യമാണ്. ബൈബിൾ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലും അല്ലേ? രണ്ട് ഭാഷ നമ്മൾ നിലവിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹിബ്രു ഭാഷ, ഇനി ആ ഹിബ്രു ഭാഷ പഠിപ്പിക്കണം, ബൈബിളിന്റെ ആധികാരിക ഭാഷയായ ഹിബ്രു പഠിപ്പിക്കണമെന്ന് ആവശ്യം ഇവിടുത്തെ ക്രൈസ്തവർക്കുണ്ടെങ്കിൽ ഗവൺമെന്റിനോട് പറഞ്ഞാൽ ഗവൺമെന്റ് പഠിപ്പിക്കും. നമുക്കതിലൊന്നും തർക്കമില്ലല്ലോ, നമുക്കതിലൊന്നും വിരോധമില്ലല്ലോ. എല്ലാം നല്ലതും പഠിക്കട്ടെ എന്ന്. ഇപ്പം ഈ വിഷയം ഇവിടുത്തെ ഉന്നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടന് സംസ്കൃതം അറിയുമോ? ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാധുവായി എന്റെ അത്രയും പോലെ അറിയത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അടുത്ത ഒരു വീടിന് ഒരു ശ്ലോകമൊക്കെ ചൊല്ലി അർത്ഥം പറയും, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ സംസ്കൃതം പഠിക്കുന്നവരുണ്ട്. സംശയമുണ്ടോ? ഈ വീഡിയോ ഒന്ന് കണ്ടാലും. ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്വൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഇനി വയം ആരംഭം കുർമഃ. പ്രഥമം ഏക സുഭാഷിതം പഠാമः. ഭവാൻ ഏക ശ്ലോകം പഠതി वा? പഠതി. ഉദ്യമേനൈവ സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഃ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഃ. തെറ്റിദ്ധാരണ മാറിയില്ലേ? പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സഹോദരങ്ങൾക്കും സംസ്കൃത ഭാഷ അറിയില്ല? എന്തുകൊണ്ട് മഹാഭാരത ശ്ലോകങ്ങളോ അല്ലെങ്കിൽ രാമായണ കീർത്തനങ്ങളോ ഇതൊന്നും അറിയാൻ വയ്യാത്തത്? അതിന് ഇവിടുത്തെ മറ്റു മതവിഭാഗങ്ങളോ ഒന്നും ഉത്തരവാദികളല്ല. നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിൽ ഈ മഹാഭാരതം എന്റെ കയ്യിൽ കാണിക്കും. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങൾ എത്ര പേരെ കയ്യിൽ ഈ മഹാഭാരതം ഉണ്ടാവും, രാമായണം ഉണ്ടാവും, ഗീതയുണ്ടാകും, ഭാഗവതം ഉണ്ടാവും? നിങ്ങളുടെയൊക്കെ വീട്ടിൽ അപൂർവമായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന അപൂർവമാണ്. കാരണം ഇതൊന്നും എടുത്ത് പാരായണം ചെയ്യാൻ ഇവിടുത്തെ
ഈ ഒരു വിഭാഗം മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു. ബ്രാഹ്മണസ്യ മുഖമാസ്തി ബാഹു എന്ന ശ്ലോകം ചൊല്ലി അർത്ഥം പറയാത്തത് ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ആ 4 വർണ്ണത്തിൽപ്പെടാത്ത മനുഷ്യർ അവർ ഈ സാധനം ഇത് കേട്ടാൽ, ഇത് എടുത്താലെന്നല്ല, ഇത് കേട്ടാൽ അവരുടെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞ ധാരാളം നവോത്ഥാന പ്രഭാഷകർ കേട്ടിട്ടുണ്ട്. അതിന്റെ മറ്റു തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് വേദന ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു മതത്തെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇത് പഠിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അതിന്റെ ഏറ്റവും പ്രൗഢമായ ഉദാഹരണമായിരുന്നു പഞ്ചമി സ്കൂളിൽ പഠിപ്പിക്കാതിരുന്നത്. പെലയെ പിള്ളാരെ പഠിപ്പിച്ചാൽ ഞങ്ങൾ ഈ വിദ്യാലയങ്ങളിൽ പഠിക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചപ്പോൾ അയ്യങ്കാളി പറഞ്ഞെന്താണ്? ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല. 2 വർഷത്തോളം കേരളത്തിന്റെ കൃഷിഭൂമികൾ തരിശു കിടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം ഇവിടുത്തെ പാവപ്പെട്ട ജനതയ്ക്ക് ഇതൊന്നും പഠിക്കാനോ കേൾക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടാകും, ക്രൈസ്തവന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടാകും. എന്തുകൊണ്ട്? എല്ലാ കാലത്തും ഇത് വായിക്കാനും പഠിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വായിക്കാനും എടുക്കാനും കേൾക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആ സമൂഹം ഇന്നും അത് അനുവാദികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ നിഷേധം ഇന്നും അവരുടെ കാതിലും അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് അവർക്കൊന്നും ഇത് പഠിക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ഇത് നോക്കൂ, 10 വർഷക്കാലമായി ഇതൊക്കെ എടുത്ത് ഉയർത്തി കാണിക്കുന്ന മനുഷ്യരിൽ ഇവിടെ ഭരിക്കുന്നത്. അവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തൂടെ? രാവും പകലും ഇസ്ലാമിക വിമർശനം നടത്തുന്ന ആളുകൾ, തന്റെ സനാതനധർമ്മം വളരെ മഹത്തരമാണെന്ന് പറയുന്ന ആളുകൾക്ക് എത്ര പേർക്കും ഈ മതത്തിന്റെ ആശയങ്ങൾ അറിയാം? അവരെന്തുകൊണ്ട് തന്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന ഈ ജനതക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സന്നദ്ധമാകാത്തത്? എന്തെല്ലാം തോന്നിവാസങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. 2 മിനിറ്റ് ഒരു ശ്ലോകം പറഞ്ഞ് ഈ ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ വൈവിധ്യം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തൂടെ? എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട്, എന്തെല്ലാം കുപ്രചരണം നടത്തുന്നുണ്ട്. ഈ ജനൻ TV എന്നൊരു TV ആണല്ലോ ചാനൽ, അതിലൂടെ ഈ ജനങ്ങൾക്ക് ഈ വേദഗ്രന്ഥങ്ങളുടെ നന്മ പഠിപ്പിച്ചൂടെ? അത് പഠിപ്പിച്ച എല്ലാം പൊളിയും, സകലതും തകർന്നു വരും. ജനൻ TV എന്ന് പറയുന്ന ആ ജനം എന്ന് പറയുന്ന ജനൻ TV എന്നുള്ള വാക്കിനെ മാറ്റേണ്ടി വരും. കാരണം എന്തുകൊണ്ടാ? സനാതനധർമ്മം സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയ പ്രിയം ജാനർത്ഥം ഏകയക്ഷ സനാതന എന്നല്ലേ? കളവ് പറയാൻ പാടില്ല, ഇഷ്ടപ്പെട്ട കളവ് തീരെ തന്നെ പറയാൻ പാടില്ല, സത്യം പറയണമെന്ന് പഠിപ്പിക്കുന്നല്ലേ സനാതനധർമ്മം. അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യം. അപ്പൊ ആ മൂല്യം മുറുകെ പിടിക്കുകയാണെങ്കിൽ പിന്നെ ജനൻ TV ഒന്നും ലോകത്ത് ഉണ്ടാകത്തന്നില്ല. കാരണം കളവ് പറയാനും കുപ്രചരണങ്ങൾക്കും വേണ്ടി മാത്രം ഒരു മീഡിയ പ്രവർത്തിക്കുന്നു. പക്ഷേ സാധുക്കളായ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പഠിക്കാൻ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? നിരന്തരമായി അവരുടെ മനോമുകുരങ്ങളിൽ വിദ്വേഷവും വിഷവും അപരമത വിദ്വേഷവും ഇങ്ങനെ പടർത്തി ഇങ്ങനെ കൊടുക്കുന്നതല്ലാതെ ആ ചാനലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവനവന്റെ ആശയങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ സ്നേഹവും സൗഹൃദവും സഹവർത്തിത്വം ഒക്കെ തന്നെ വന്നോളും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.